പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമാകുമ്പോൾ അമേരിക്കയെ പിന്തുണയ്ക്കുന്നതിൽ പരാജയപ്പെട്ട നാറ്റോ സഖ്യകക്ഷികളെയും ഏഷ്യൻ പങ്കാളികളെയും രൂക്ഷമായി വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നാറ്റോയെ കടലാസ് കടുവ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് സഖ്യകക്ഷികളുമായുള്ള തന്റെ അതൃപ്തി പരസ്യമാക്കുകയും ചെയ്തു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നാറ്റോയെ ഭയമില്ല എന്നും എന്നാൽ അമേരിക്കയെ വലിയ പേടിയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പുടിനെ തനിക്ക് വ്യക്തിപരമായി നന്നായി അറിയാമെന്നും സഖ്യകക്ഷികളുടെ നിലപാട് നാറ്റോയെക്കുറിച്ചുള്ള തന്റെ ധാരണ മാറ്റിയതായും ട്രംപ് കൂട്ടിച്ചേർത്തു. നാറ്റോ രാജ്യങ്ങൾക്ക് പുറമെ ദക്ഷിണ കൊറിയ, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളും നിർണായക ഘട്ടത്തിൽ അമേരിക്കയെ സഹായിച്ചില്ല എന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. 10,000-കണക്കിന് അമേരിക്കൻ സൈനികരെ വിന്യസിച്ച് സംരക്ഷണം നൽകിയിട്ടും ഈ രാജ്യങ്ങൾ മാറി നിന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണവും. അതേസമയം സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റിൻ, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ ഗൾഫ് രാജ്യങ്ങൾ നൽകിയ പിന്തുണയെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായി തനിക്ക് ഇപ്പോഴും നല്ല വ്യക്തിബന്ധമുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക വിജയം നേടിയതിനു ശേഷം മാത്രം നാറ്റോ നേതാക്കൾ ഇപ്പോൾ ചർച്ചകൾക്കായി വരുന്നത് അവസരവാദപരമായ നിലപാടാണെന്നാണ് ട്രംപ് പരിഹസിച്ചത്. സഖ്യകക്ഷികൾ ഇപ്പോൾ നൽകുന്ന പിന്തുണ വളരെ വൈകിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. നാറ്റോ തലവൻ മാർക്ക് റൂട്ടെയുടെ അമേരിക്കൻ സന്ദർശനത്തിന് മുന്നോടിയായാണ് ഈ പ്രസ്താവനകൾ പുറത്തു വന്നത് എന്നതും വളരെ ശ്രദ്ധേയവുമാണ്. ഗ്രീൻലാൻഡ് വാങ്ങാനുള്ള അമേരിക്കയുടെ താൽപര്യത്തോട് സഖ്യകക്ഷികൾ കാണിച്ച വിമുഖതയാണ് ഈ അകൽച്ചയുടെ തുടക്കമെന്നും ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം ഒറ്റ രാത്രി കൊണ്ട് അമേരിക്കയ്ക്ക് മുഴുവൻ ഇറാനെയും പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഭീഷണി മുഴക്കി. ആ രാത്രി ചൊവ്വാഴ്ച വൈകുന്നേരമാകാമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ ഒരു കരാറിലെത്തുകയോ ഹോർമസ് കടലിടുക്ക് വീണ്ടും തുറക്കുകയോ ചെയ്തില്ല എങ്കിൽ ഇറാനിയൻ വൈദ്യുതി നിലയങ്ങൾ, പാലങ്ങൾ, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ആക്രമിക്കുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ മുന്നറിയിപ്പുമായും എത്തിയിരുന്നു. ചൊവ്വാഴ്ച പ്രാദേശിക സമയം രാത്രി 8 മണിക്ക് ഇറാനിൽ ആക്രമണം നടത്തുമെന്ന് നേരത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇറാനെതിരെ കഠിനമായ മാർഗങ്ങൾ സ്വീകരിക്കുമെന്നാണ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അവർക്ക് പാലങ്ങൾ ഉണ്ടാകില്ല, വൈദ്യുതി നിലയങ്ങൾ ഉണ്ടാകില്ല, ഒന്നും ഉണ്ടാകില്ല. ഈ രണ്ടിനേക്കാളും മോശമായ മറ്റു കാര്യങ്ങളുണ്ട്. അതിനാൽ കൂടുതൽ മുന്നോട്ട് പോകില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാനായി ചില രാജ്യങ്ങൾ 45 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചതായും ട്രംപ് ചൂണ്ടിക്കാട്ടി. അവരൊരു നിർദ്ദേശം നൽകി. അതൊരു സുപ്രധാന നിർദ്ദേശമാണ്, സുപ്രധാന നടപടിയാണ്. എന്നാൽ അത് മതിയായതല്ല. ഇറാനിയൻ ജനത സർക്കാരിനെതിരെ തിരിയും. ഇറാനിയൻ ജനത സ്വതന്ത്രരാകാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ തന്നെ ബോംബുകളുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ അവർക്ക് വേണ്ടിയാണ് പോരാടുന്നത്, അവരുടെ ഭാവിക്ക് വേണ്ടിയാണ് പോരാടുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം ട്രംപിന്റെ കടുത്ത ഭീഷണിക്കിടയിലും ഗൾഫ് മേഖലയിലെ ആക്രമണം ഇറാൻ തുടരുകയാണ്. സൗദിയിലെ ഊർജ്ജ കേന്ദ്രങ്ങളിലുണ്ടായ ആക്രമണത്തിൽ മിസൈൽ അവശിഷ്ടം വീണു. ഇതിനിടെ ഹോർമുസിൽ ബഹ്റിൻ മുന്നോട്ട് വെച്ച പ്രമേയത്തിൽ യുഎന്നിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കും. മിസൈൽ അവശിഷ്ടങ്ങൾ വീണതിനെ തുടർന്നുള്ള നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പും തുടരുകയാണ്. 7 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു സൗദിയിലേക്കുള്ള ഇറാന്റെ ആക്രമണം. അതേസമയം ഇറാൻ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത് ജുവേൽ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ മിസൈൽ പതിച്ചുവെന്നാണ്. നാശനഷ്ടങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് അറിയിക്കുമെന്നാണ് സൗദി വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.